ഇന്ന് ഞാൻ കളർഫുൾ ആൻഡ് ഓർണമെൻ്റൽ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. ഈ പ്ലാന്റുകൾക്ക് വളരെ കുറഞ്ഞ മെയിൻ്റനൻസും കെയർ ആൻഡ് സൺലൈറ്റേ ആവശ്യമുള്ളൂ. ഈ മനോഹരമായ പ്ലാന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓർണമെൻ്റൽ പ്ലാന്റ്സ് നിങ്ങളുടെ സറൗണ്ടിങ്സ് ഫ്രഷ് ആൻഡ് കൂളറായി വയ്ക്കുന്നു. ഈ പ്ലാന്റ്സ് എല്ലാം ധാരാളമായി ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് കൂടുതൽ ഗ്രീനിഷ് ആക്കാനായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ഓർണമെൻ്റൽ പ്ലാന്റാണ് അഗ്ലോണിമ. കളർഫുൾ ആയിട്ടുള്ള ധാരാളം വെറൈറ്റീസ് അഗ്ലോണിമയിലുണ്ട്. ഈ പ്ലാന്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നല്ലൊരു എയർ പ്യൂരിഫയറാണ്. ഈ പ്ലാന്റിന് ഗ്രീൻ, റെഡ് ആൻഡ് ഗ്രീൻ പിങ്ക് കളർ മിക്സ് ലീവ്സ് ഉള്ളത് കാരണം ഇതിന് മോർണിംഗ് സൺലൈറ്റാണ് ആവശ്യം. അഗ്ലോണിമ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ റൂട്ടിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് വലിയ ഇലകൾ ഉണ്ടാകുന്നു. അഗ്ലോണിമ നമുക്ക് വെള്ളത്തിലും സോയിലിലും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചൈനീസ് എവർഗ്രീൻ എന്നുകൂടി അറിയപ്പെടുന്ന അഗ്ലോണിമ പ്ലാന്റ് ഓഫീസിനും വീടിനും ലോ ലൈറ്റ് ഉള്ള ഏരിയയിൽ പറ്റിയ ഒരു ഡെക്കറേഷനാണ്. ഫെങ്ഷുയി പ്രകാരം അഗ്ലോണിമ ഒരു ലക്കി പ്ലാന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫുൾ സൺ ഇഷ്ടമില്ലാത്ത അഗ്ലോണിമ ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. രണ്ടാമത്തെ പ്ലാന്റാണ് സിങ്കോണിയം. സിങ്കോണിയവും ഒരു ഗുഡ് ലുക്കിംഗ് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിൻ്റെ സാധാരണ കാണുന്ന വെറൈറ്റീസ് ഒന്ന് ഗ്രീനും മറ്റൊന്ന് പിങ്കുമാണ്. സിങ്കോണിയത്തിന് ലോ സൺലൈറ്റും റെഗുലർ വാട്ടറിങ്ങുമാണ് ആവശ്യം. ഈ പ്ലാന്റ് ഒരു ചെറിയ പ്ലാന്റ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റിലേക്ക് വേഗം വളർന്നു വരും. സിങ്കോണിയം വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന സിങ്കോണിയം നിങ്ങളുടെ ബെഡ്റൂമും ബാൽക്കണിയും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അമേസിംഗ് പ്ലാന്റ് ആണ്. വാസ്തുശാസ്ത്രപ്രകാരം സിങ്കോണിയം പ്ലാന്റ് ഫോർച്യൂൺ ആൻഡ് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. ബ്യൂട്ടിഫുൾ കളേർഡ് ലീവ്സ് ഉള്ള മറ്റൊരു പ്ലാന്റാണ് റൂബി റബ്ബർ പ്ലാന്റ്. ഗ്രീൻ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള റൂബി കളേഴ്സിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. റൂബി റബ്ബർ പ്ലാന്റ് കട്ടിങ്സിൽ നിന്നും വളർത്തിയെടുക്കാൻ പറ്റും. ഗ്രീനും റെഡും കലർന്ന ഇലകളുള്ള ഈ പ്ലാന്റ് നമ്മുടെ ഇൻഡോറിൻ്റെ ബ്യൂട്ടി കൂട്ടുന്നു. ഈ റൂബി റബ്ബർ പ്ലാന്റിന് വളരാൻ വേണ്ടിയിട്ട് മോർണിംഗ് സൺലൈറ്റ് ആവശ്യമാണ്. നമ്പർ 4 ക്രോട്ടൺസ്. വളരെ മനോഹരമായ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് ക്രോട്ടൺസ്. ക്രോട്ടൺ പ്ലാന്റ് പല വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. ക്രോട്ടൺ സൻസിബാർ, യെല്ലോ ഐസ്റ്റൺ ക്രോട്ടൺ, വിക്ടോറിയ ഗോൾഡ്ബെൽ ക്രോട്ടൺ, മദർ ആൻഡ് ഡോട്ടർ ക്രോട്ടൺ എന്നിങ്ങനെ പല വെറൈറ്റീസിൽ ക്രോട്ടൺ പ്ലാന്റ് അവൈലബിൾ ആണ്. മോയ്സ്ചറും മോർണിംഗ് സൺലൈറ്റും ക്രോട്ടൺ പ്ലാന്റ്സിന് ആവശ്യമാണ്. വ്യത്യസ്തമായ കളറുകളിൽ, അതായത് പർപ്പിൾ, ബ്രൗൺ, പിങ്ക്, ഐവറി, റെഡ്, യെല്ലോ, ഗ്രീൻ കളറുകളിൽ ക്രോട്ടൺസ് അവൈലബിൾ ആണ്. കട്ടിങ്സിൽ നിന്നും അതുപോലെ സിംഗിൾ ഇലകളെടുത്ത് വെള്ളത്തിൽ വച്ചും നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഇലകളിൽ എല്ലാ കളേഴ്സും സ്പ്രെഡായിട്ട് കാണപ്പെടുന്നു. ക്രോട്ടൺ പ്ലാന്റ് വലിയ കണ്ടെയ്നറിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലും വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരാൻ സഹായിക്കും. ക്രോട്ടൺ ഒരു നോ മെയിൻ്റനൻസ് ഈസി ടു ഗ്രോ പ്ലാന്റ് ആണ്. നമ്പർ 5 കോളിയസ് പ്ലാന്റ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് കോളിയസ് പ്ലാന്റ്സ്. ഒരു ചെറിയ കട്ടിങ്ങിൽ നിന്നും ഈസി ആയിട്ട് കോളിയസ് പ്ലാന്റ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും.
ഇതെല്ലാവർക്കും ഒരു ഗിഫ്റ്റിംഗ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിന് മെയിൻ്റനൻസ് ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ഇത് കെയർ ചെയ്യാൻ പറ്റും. ധാരാളം കളർ വെറൈറ്റീസ് കോളിയസ് പ്ലാന്റ്സിനുണ്ട്. ലൈക്ക് ഗ്രീൻ, റെഡ്, മെറൂൺ, പിന്നെ വേറെ പല കളറിലുള്ള വെറൈറ്റീസും കോളിയസ് പ്ലാന്റ്സിലുണ്ട്. പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സിന് മോർണിംഗ് സൺലൈറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ പ്ലാന്റ് ബുഷിയായിട്ട് വളരും. മൺസൂൺ സീസണാണ് കോളിയസിന് പറ്റിയ കാലം. നമ്പർ 6 കലേഡിയം. കലേഡിയം ഒരു എയർ പ്യൂരിഫയിങ് ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് കൂടുതൽ സൺലൈറ്റ് ആവശ്യമില്ല. കലേഡിയം ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഡിഫറെൻറ്റ് കളറിലുള്ള വളരെ വലിയ ഇലകളുള്ള കലേഡിയംസ് അവൈലബിൾ ആണ്. ഗ്രീൻ, റെഡ് ആൻഡ് പിങ്ക് നിറത്തിൽ വളരെ വ്യത്യസ്തമാർന്ന കളറിലുള്ള കലേഡിയംസ് അവൈലബിൾ ആണ്. ഈ കളർഫുൾ പ്ലാന്റ് ഒരു ഹോം ഡെക്കോറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേഴ്സറിയിൽ നിന്നും വാങ്ങിയിട്ട് നല്ലൊരു പോട്ടിംഗ് മിക്സിൽ കലേഡിയംസ് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. കലേഡിയം പ്ലാന്റ് ഓവർ വാട്ടർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്പർ 7 ക്രിസ്മസ് ട്രീ. ട്രയാങ്കിൾ പൈൻ ട്രീയുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് ക്രിസ്മസ് ട്രീ. എന്നാൽ ക്രിസ്മസ് ട്രീ ഒരു പൈൻ അല്ല. ക്രിസ്മസ് ട്രീയുടെ വ്യത്യസ്തമാർന്ന ലുക്ക് കാരണം ഇത് ഇൻഡോർസിലും ഔട്ട്ഡോർസിലും ഒരേപോലെ നമ്മൾ വളർത്തുന്നുണ്ട്. മനോഹരമായ ഒരു ഓർണമെൻ്റൽ ട്രീ ആണ് ക്രിസ്മസ് ട്രീ. 3 to 4 hours ഓഫ് മോർണിംഗ് സൺലൈറ്റ് ഇതിനാവശ്യമാണ്. ടോപ്പ് സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പ്ലാന്റിന് കൂൾ മോയ്സ്ചർ എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. ലോ വാട്ടറിങ്ങും ബ്രൗൺ ലീവ്സ് ഉണ്ടാക്കുന്നതിനാൽ എപ്പോഴും ഇതിൻ്റെ മോയ്സ്ചർ ലെവൽ ചെക്ക് ചെയ്യണം. പ്രോപ്പർ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്പർ 8 ഡിഫൻബച്ചിയ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ കൂടി നന്നായിട്ട് വളരുന്നത് ഫുൾ സൺലൈറ്റിലാണ്. നല്ലതായിട്ട് നനഞ്ഞ സോയിലിൽ ഇത് വളരെ നന്നായിട്ട് വളരുന്നു. ഈ പ്ലാന്റിന് നല്ല നീളമുള്ള സ്റ്റെമ്മാണുള്ളത്. വളരെ വലിയ ഇലകളാണ് ഡിഫൻബച്ചിയയ്ക്കുള്ളത്. ഇതിൻ്റെ ഇലകൾ മിക്കവാറും വൈറ്റും ഗ്രീനും കൂടെ കലർന്ന മിക്സിൽ സാധാരണ കാണപ്പെടുന്നു. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഇലകളുള്ള ഈ പ്ലാന്റ് ബാൽക്കണി ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ചോയ്സാണ്. നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയായ ഈ ഡിഫൻബച്ചിയ പെറ്റ്സിന് ടോക്സിക് ആണ്. നമ്മുടെ വീടിൻ്റെ ഡെക്കോർ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ ഡിഫൻബച്ചിയയ്ക്ക് കഴിയും. ഈ ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാം ഓക്സിജൻ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഫ്രീ ആയിട്ട് കാത്തു സൂക്ഷിക്കുന്നു. വളരെ മനോഹരമായി വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ഓർണമെൻ്റൽ പ്ലാന്റ്സ് കൊണ്ട് കഴിയും. ചെടികൾ വച്ച് പിടിപ്പിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഗ്രീനിഷ് ആക്കും. ഈ പ്ലാന്റ്സ് എല്ലാം വച്ച് പിടിപ്പിക്കുന്നത് വാസ്തുപ്രകാരം വളരെ നല്ലതാണ്. ഈ ഓർണമെൻ്റൽ ബാൽക്കണി ഗാർഡൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്